വിച്ചർ 4ൻ്റെ ഒരു ടെക് ഡെമോ ഒരു പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ഒരു ഗെയിം പ്ലേ ആണെന്ന് പലരും വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഗെയിം പ്ലേ അല്ല. കാരണം ഗെയിം അണ്ടർ പ്രൊഡക്ഷനാണ്, ഫിനിഷ് ആയിട്ടില്ല. അതുകൊണ്ട് ഗെയിം പ്ലേ അല്ല, ഈ ഒരു പ്രസൻറ്റേഷന് വേണ്ടി സെറ്റ് ചെയ്തൊരു സാധനമാണ്. ഗെയിമിൻ്റെ ആക്ച്വൽ ഔട്ട്പുട്ട് ഇതേപോലെയൊക്കെ വരും എന്നാണ് അവർ പറയുന്നത്. സംഭവം നൈസാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തു പറയേണ്ടത് അനിമേഷനും ഗ്രാഫിക്സുമാണ്. ഭയങ്കര രസം. അനിമേഷൻ ഭയങ്കര സംഭവമാണ്, അതിലും ഭയങ്കര സംഭവമാണ് ഈ പറയുന്ന ഗ്രാഫിക്സും. ഭയങ്കര റിയാലിറ്റി ഫീലാണ് എന്നുള്ളതാണിത് ആ ഒരു ടെക് ഡെമോ കണ്ട സമയത്ത്. പിന്നെ വിച്ചർ 3 വൈൽഡ് ഹണ്ട് എനിക്ക് 2015 റിലീസ് ചെയ്തത്. ഇപ്പോൾ 10 വർഷമായി. ഈ ഒരു ഗെയിം 2027 റിലീസ് ചെയ്യുള്ളൂ. GTA ഇറങ്ങി കഴിഞ്ഞിട്ടായിരിക്കും ഇറങ്ങുന്നത്. പിന്നെ സിറി ആയിരിക്കും പ്രോട്ടോഗോണിസ്റ്റ് എന്നുള്ളത് ഓൾറെഡി അവർ അനൗൺസ് ചെയ്ത കാര്യമാണ്. ഈ ഒരു 2 മിനിറ്റുള്ള ആ ഒരു ടെക് ഡെമോയിൽ ആക്ച്വലി സംഭവം കൊള്ളാം. ഇപ്പം NPCസിന് ഭയങ്കര ഒരു എന്താണ് ഒരു റിയാലിറ്റി ഫീല്. പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും ഭയങ്കരമായിട്ട് സ്റ്റോറിയെ പറ്റിയിട്ടൊന്നും പറയുന്നില്ലെങ്കിലും കാണിച്ചിരിക്കുന്നതെല്ലാം ഭയങ്കര സംഭവമായിട്ടാണ്. അതായത് നമ്മൾ ഇതുവരെ കണ്ട വിച്ചറിൻ്റെ ഒരു ഗെയിം പോലെ ആയിരിക്കത്തില്ല ഇതൊരു സംഭവമായിരിക്കും എന്ന് ഉറപ്പാണ്. ഇവൻ ആദ്യമായിട്ടാണ് ഈ പറയുന്ന സിറി പ്രോട്ടോഗോണിസ്റ്റ് ആയിട്ട് വരുന്നത്. ഇത്രയും നാൾ നമ്മൾ ഗെറാൾട്ടിനെയാണ് കണ്ടത്. ഇപ്പം സിറി ഉണ്ടായിരുന്നെങ്കിലും സിറി മാത്രമായിരുന്നില്ല, ഇതിനകത്ത് സിറി ആയിരിക്കും ദ ആക്ച്വൽ റോൾ ചെയ്യാനായിട്ട് പോകുന്നത്. എന്തായാലും എൻ്റെയർ ഗെയിമിംഗ് വേൾഡ് ഭയങ്കര വെയിറ്റിംഗ് ആണ് ഒരു ഗെയിമിന് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്?